എന്താ പേര്? എന്റെ പേര് സുരേഷ്. സുരേഷ്, ഇവിടെ എന്താ പരിപാടി? ഇവിടെ ബസ്സിന് അറ്റൻഡറാണ്. ആളെ വിളിക്കുന്ന എല്ലാ ബസ്സും വിളിക്കും. കൊരട്ടി എന്നെ വേടാ, കൊരട്ടി എന്നെ വേടാ. തൊണ്ട കൊണ്ട് പണിയാണല്ലോ. ഒരു ദിവസം എത്ര മണിക്കൂർ? നല്ല പണിയാ. ഞാൻ 7 മണിക്ക് തൊട്ട് 5 മണി വരെ നിൽക്കും. നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ പിച്ചായിട്ടോ. രാവിലെ നമ്മൾ ഏകദേശം അങ്ങനെയാ. തൊണ്ട കൊണ്ട് രണ്ട് ജീവികളാ. ഞാൻ സാറിന് വേറൊരു ജനകീയമായിട്ടുള്ള സംഭവം കാണിച്ചിരാം. അതെന്താണ് ജനകീയമായ സംഭവം? ചാലക്കുടിയിലുള്ള ഏക പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മോളിലെ അവസ്ഥ ഇതൊരു 5-6 മാസമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഓൺലൈൻ ചാനലുകാരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി പരാതി കൊടുക്കുന്നുണ്ട്. നമ്മള് തലയിൽ വീഴാൻ കഴിഞ്ഞ മാസം ഒരു പെങ്കൊച്ചിന്റെ തലയിൽ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത്. തലപൊട്ടല്ല, ഒരാൾ മരിച്ചു പോകാനുള്ള തന്നെ ഒരവസ്ഥയുണ്ട്. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? തെരഞ്ഞെടുപ്പിൽ ഇത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ട്രെൻഡ് എങ്ങനെയാ ഇവിടെ കേരളത്തിൽ? ഇലക്ഷൻ ട്രെൻഡ് പറയാം. ഇലക്ഷന്റെ ട്രെൻഡ് പറയാനായിട്ട് രണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരമായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ. നമുക്ക് എന്തായാലും ഇത് കാണിക്കാം കേട്ടോ. മാള കൊടുങ്ങല്ലൂർ, നമുക്കൊന്ന് മാളയിലോട്ട് പോയിട്ട് വന്നാലോ? പ്രൈവറ്റ് ബസ് കയറിയിട്ട് കുറച്ച് കാലമായി. മാള കൊടുങ്ങല്ലൂർ. ചേട്ടാ, എങ്ങോട്ടേക്ക് വണ്ടി പോകുന്നേ? ടൗണിൽ പോകും. ടൗണിലേക്കാണ് വണ്ടി പോകുന്നത്. എവിടെയെങ്കിലും എത്തുമായിരിക്കും. നമസ്കാരം. ഹലോ അമ്മ, എവിടെ പോകുന്നു? ആശുപത്രി വന്നതാണോ? പോയിട്ട് വരുന്നത്. ആശുപത്രി പോയിട്ട് വരുന്നു. എങ്ങോട്ടാ പോകുന്നത്? ഇനി വീട്ടിലേക്ക്. വീട്ടിലോട്ട് പോവാ. വീട് എവിടെയാ? വീട് അകലാണ്, പക്ഷെ മരുന്നുകൾ മേടിക്കണമെങ്കിൽ ടൗണിൽ ഇറങ്ങണം. എനിക്ക് അപ്പൊ സർക്കാർ ആശുപത്രിയിലാണോ പോയത്, പ്രൈവറ്റ് ആശുപത്രിയിലാണോ? എല്ലാ ഗവൺമെന്റ് ആശുപത്രി. അവിടെ മരുന്നില്ലേ ഇപ്പൊ? അവിടെ നിന്ന് മരുന്ന് ഈ പ്രഷറിന് ഷുഗറിന് മാത്രമുള്ളൂ. ഷുഗർ മാത്രമേ മരുന്നുള്ളൂ. എനിക്ക് ഹാർട്ടിലൊക്കെ കംപ്ലൈന്റ് ഉള്ളതാണ്. ആ മരുന്നൊന്നും ഇപ്പൊ അവിടെ ഇല്ല. അപ്പൊ അവര് പുറത്തുനിന്ന് എഴുതി അത് ഇവിടെ നിന്ന് മേടിക്കണം, നീതിന്ന് മേടിക്കണം. അതിന് എത്ര രൂപയാവും? അന്നമ്മേ നല്ല കാശാവും സാറേ. 10,000-3000 രൂപ വരും. ഒരു മാസത്തെ മരുന്നിന്. ഒരു മാസം 3000 രൂപ. ഗവൺമെന്റ് ആശുപത്രിയിൽ നേരത്തെ കിട്ടിയിരുന്നോ? പക്ഷെ ഇതൊന്നും കിട്ടില്ല, വിലയുള്ളതൊന്നും കിട്ടില്ല. വിലയുള്ളതൊന്നും കിട്ടുന്നില്ല ഇപ്പൊ. അതൊക്കെ പുറത്തേക്ക് പോകണം. പച്ചക്കറി വാങ്ങാൻ പോകും അല്ലെ? പച്ചക്കറിക്കൊക്കെ നല്ല വിലയാന്ന് തോന്നുന്നു അല്ലേ? കാശൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? പച്ചക്കറിക്ക് ഇപ്പം നല്ല വിലയാ പൊതുവെ അല്ലേ? വെളുത്തുള്ളിയുടെ വില ഇപ്പൊ കുറഞ്ഞു അല്ലേ? ഓക്കെ. വീട്ടില് ഹൗസ് വൈഫ് ആണോ അതോ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ടോ? എന്താ ജോലി? വീട്ടിൽ പോകുന്നുണ്ട്. മൊത്തത്തിൽ എങ്ങനെയാ ഒരു അന്തരീക്ഷം ചാലക്കുടിയില്? തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ വരുന്നു. LDF UDF രവീന്ദ്രനാഥ് മാഷുണ്ട്, അപ്പുറത്ത് ബെന്നി ബെഹനാനുണ്ട്. രവീന്ദ്ര മാഷ് ജയിക്കുന്നതാണ്. രവീന്ദ്ര മാഷിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചേട്ടാ എവിടെ പോന്നെ? ഡാമേജ് മറന്നുപോയി ഒന്ന് സ്ഥലം. എങ്ങനെ മൊത്തത്തിൽ ചാലക്കുടി മണ്ഡലത്തിലെ ഒരു അവസ്ഥ? ചാലക്കുടി മണ്ഡലത്തിൽ നല്ല കുഴപ്പമില്ല. രവീന്ദ്രനാഥ് ഇലക്ഷനാണോ? മാഷ് നല്ല ഡീസന്റാ, നല്ല അഭിപ്രായമുള്ള ആളാ. അഭിപ്രായമുണ്ട് അല്ലേ? മാഷിന് സാധ്യതയുണ്ട്. ആള് നല്ല അഭിപ്രായമുള്ള ആളാണ്. നല്ല മാഷ്, നല്ല വ്യക്തി ഉണ്ട് അല്ലേ? അപ്പൊ നമ്മള് മാള കൊടുങ്ങല്ലൂരുള്ള ബസ്സിലാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? പേര് മുകേഷ്. എന്ത് ചെയ്യുന്നു? ഞാൻ വണ്ടിയുടെ പരിപാടിയാണ്. വണ്ടിയുടെ പരിപാടി? അതൊരു കച്ചവടം. വണ്ടി കച്ചവടം. സെക്കൻഡ് ഹാൻഡ് വണ്ടി. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന ഏത് വണ്ടിയാണ്? അത് ഞങ്ങള് മെയിനായിട്ട് ടിപ്പറാണ്. 950 ടാറ്റയുടെ അതാണ് മെയിനായിട്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ മോശമാണ്. ഒക്കെ ഒടുക്കത്തെ ചൂട്. ജോലി പൊതുവെ കുറവാ. ജോലി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ട് ഇപ്പൊ കാലങ്ങൾ എത്രയെന്ന് പറയും. ഒരു വണ്ടി കച്ചവടമായിട്ട് എന്തോരം കാലങ്ങളായി. ശരിക്കും പറഞ്ഞാൽ ഒന്നും നടക്കണില്ല. ഇപ്പൊ സത്യം പറഞ്ഞ ബാങ്കിൽ നിന്ന് കുറച്ച് വലിച്ചു ഇപ്പൊ നടക്കുക. മൊത്തത്തിൽ ഇലക്ഷന്റെ ഒരു സാധ്യത ഇവിടെ മണ്ഡലത്തിൽ രവീന്ദ്രനാഥ് മാഷുണ്ട്, ബെന്നി ബെഹനാനുണ്ട്, മറുഭാഗത്ത് ചാലക്കുടി. എനിക്ക് ഉറ്റു നോക്കുന്ന സ്ഥലം തന്നെയാണ് എന്തോ മണ്ഡലം കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉറ്റു നോക്കുന്നത് തൃശ്ശൂരാണ്. എനിക്ക് എന്താ സുരേഷ് ഗോപി ചേട്ടൻ ജയിക്കണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. തൃശ്ശൂര്. ചാലക്കുടിയിലോ? ചാലക്കുടിയിൽ നമ്മുടെ മുന്നിൽ ചേട്ടൻ തന്നെ. അത് ഇപ്പൊ ഉള്ള BJP സ്ഥാനാർത്ഥി തന്നെ നമുക്ക് വേണം. അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു BJP കാരനാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ചാലക്കുടിക്കാളൊക്കെ ചാലക്കുടിയിൽ ആര് വേണം? സിറ്റിംഗ് MP ബെന്നി ബെഹനാൻ വേണം. എനിക്ക് താല്പര്യമില്ല. BJP തന്നെ വരണം. ഒരു മരണമാറ്റം വേണം. ഇത് എല്ലാവരും കൊണ്ടുപോയി ഇങ്ങനെ തിന്നിട്ട് കാര്യമില്ല. ഒരാൾക്കെങ്കിലും തിന്നാനുള്ള ജയിക്കണം. ഇവിടെ NDA സ്ഥാനാർത്ഥിക്ക് സാധ്യത ഉണ്ടാവണം. അയ്യോ, ടിക്കറ്റ് എടുക്കാനായിരുന്നു യാത്ര. ഇപ്പൊ നമുക്ക് ഫൈൻ അടിച്ചേനെ. ഞങ്ങളിപ്പോ ഇത്രയും ദൂരം സഞ്ചരിച്ച എത്ര രൂപയായി കാണും ഒരാൾക്ക്? 1, 2, 3, 4, 5, 6 പേര്. 6 ഉള്ളൂ? 6 7 8 പേരുണ്ട് കേട്ടോ. 2 പേര്. പൈസ എവിടെയോ വെച്ചു കേട്ടോ. പൈസ തന്നില്ലേ കുഴപ്പമുണ്ടോ?
നമ്മളെ ഇന്നസെന്റ് ചോദിക്കുന്ന പോലെ ഇപ്പൊ പൈസ തന്നില്ലേ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ. അപ്പൊ ശരി ചേട്ടാ, താങ്ക് യു. അപ്പൊ നമ്മളിവിടെ ഇറങ്ങുകയാണേ. ഓക്കെ, ഒരാൾ ഇറങ്ങാനുണ്ടേ. ഒരാളല്ല, 8 പേർ. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അശ്വമേധം യാത്ര ഇന്നിപ്പോൾ ബസ്സിലും കൂടി യാത്ര ചെയ്തു. ഇനി നമുക്ക് തീവണ്ടിയിലും കൂടി ഒന്ന് യാത്ര ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും നമ്മൾ നോക്കും. നമ്മൾ ജങ്കാറിൽ കയറി, ഇനി നമ്മൾ ബോട്ടിൽ കയറും, വള്ളത്തിൽ പോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ ചാലക്കുടിയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് എത്തി നിന്നത്. ഇനി നമുക്ക് നാളെ കാണാം മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി. ആലപ്പുഴ മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും എത്തും അശ്വമേധം നാളെ. അതുവരെ നന്ദി, ബൈ.